ഞാൻ എല്ലാം പറയാൻ പോവാണ്. ഇതൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. അതെ പറയരുത് എന്ത് എനിക്കും പറയാനുണ്ട്. ഞാൻ പറഞ്ഞു ഇല്ല, എന്തായാലും ഇത്രയൊക്കെ ആയി. യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു തുടങ്ങി. ഇനി പറയാം. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ട്രിവാൻഡ്രം ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു ബിസി ഡേ ആവാനായിട്ട് പോവുകയാണ്. കാരണം ഇന്ന് നമുക്ക് 2 സ്ഥലങ്ങളിലോട്ടാണ് പോകാനായിട്ടുള്ളത്. ഒന്ന് ബാർബിക്യൂ സ്പേസിന്റെ പുതിയ ഔട്ട്ലെറ്റിന്റെ ഇനോഗ്രേഷൻ ആണ്. സോ അങ്ങടേക്ക് പോകണം. അതിനുശേഷം ലുലു മോളിലോട്ട് പോകണം. സോ ഈ 2 സ്ഥലങ്ങളിലാണ് ഇന്ന് നമുക്ക് പോവേണ്ടത്. പോവാം ബാർബിക്യൂ സ്പേസിലോട്ട്. ബാർബിക്യൂ സ്പേസിൽ എത്തിയിരിക്കുകയാണ്. അകത്തേക്ക് പോകാം. എന്റെ അമ്മ കൊടുക്കാത്ത ചൂട് ഇല്ല, വെയില്. ഇവിടെ വന്നപ്പോൾ കേക്ക് എന്തിനാ കണ്ടു? കേക്ക് ഹായ് പറയൂ. ലേറ്റ് ആയിപ്പോയി. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടാ പോയത് ലേറ്റ് ആവുന്നത്. മച്ചാനെ ഹായ്, ദിസ് ഇസ് മൈ വ്ളോഗ്, മൈ സ്മോൾ വ്ളോഗ്. സ്മോൾ വ്ളോഗ് വലുതാവും. അതെ, വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം വരുന്ന വ്ളോഗ് ആണല്ലേ? അടിപൊളി അടിപൊളി. ഭയങ്കര സന്തോഷത്തിലാണ്. കുറച്ച് ലേറ്റ് ആയി. അതെ, അല്ലേ? പറഞ്ഞില്ല. പക്ഷെ എന്നാലും ലേറ്റ് ആയാലും നീ 2 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. ആണോ? അതിന് തന്നെ കാര്യങ്ങളൊക്കെ തീർന്നു. പുതിയ വാച്ചൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. എനിക്ക് അർമാണി എക്സ്ചേഞ്ചിന് ഒരു രക്ഷയില്ല. ഞാൻ വരുന്ന വഴിക്ക് ഒരു മസ്താങ്ക് കാണിച്ചു തന്നില്ലേ, അതിന്റെ ഓണർ ദേ ഇരിക്കുന്നു. എന്ത് സിംപ്ലനായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്, കണ്ണാടിയൊക്കെ വെച്ച്. ആ വാച്ച് ഒന്ന് കാണിച്ചു കൊടുക്കൂ പ്ലീസ്. തിളങ്ങുന്ന വാച്ച്. സ്വാഷ്. ഈ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്ന ഈ ക്യാമറയും ഞാൻ ഉപയോഗിക്കുന്ന ഈ ഫോണും ഇദ്ദേഹത്തിന്റെ ഒന്ന് മേടിച്ചതാണ് എല്ലാം. ഇനി അടുത്ത് ആ വാച്ച് മേടിക്കണം. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ആ മസ്താങ് കൂടെ വാങ്ങണം അല്ലേ? കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇവിടെ വേറെ യോ ബോയ്സ് കാണിക്കൂ, നിന്റെ ഇൻട്രോ കാണിക്കൂ. കേരളത്തിൽ ഇത്രയും മലയാളത്തിൽ വ്ളോഗ് ചെയ്യുമ്പോൾ ഒരേ ഒരു ഇംഗ്ലീഷ് വ്ളോഗർ മാത്രമേ ഉള്ളൂ. മാരക വെറൈറ്റി സെറ്റ്. ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഇവര് ഗൾഫിൽ കൺട്രീസ്, മലേഷ്യ അങ്ങനെ ഗൾഫ് കൺട്രീസിലും അല്ലെങ്കിൽ ഇപ്പോൾ ഇവരോടൊക്കെ പോകുമ്പോൾ ഇവർ AC മാത്രമേ ഇരിക്കാറുള്ളൂ. നാട്ടിൽ വന്നാൽ ഇവര് പക്ക തറകളാണ്. അതാണ് കാണാൻ പറ്റുന്നത്. കേരളത്തിൽ ഒരു GT ഉള്ളൂ, ബാക്കി എല്ലാവരും വിപ്പിച്ച്. അപ്പോൾ മാറ്റി അത്രയും ഹോൾഡുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ കാശുണ്ട് എന്ന് പറയുന്ന ഒരു അഹങ്കാരമില്ല. ഇരിക്കുന്നത് എവിടെ സാധാ കസേര കെട്ടിക്കുന്ന ലൈറ്റ് വാച്ച്. അത് നോക്കിയാൽ 23,000-ന്റെ വാച്ചാണ്, 40,000-ന്റെ വാച്ചാണ്. പക്ഷെ കണ്ടാൽ നമുക്ക് തോന്നില്ല. റെഡിൽ അമർത്തി അവന്റെ വീട്ടിൽ വരെ കോളിംഗ് ബെല്ലടിക്കും. അങ്ങനെ സാധനം. ആ കണ്ണാടിയുടെ വിലയും കൂടെ പറ. കരയരാ മറന്നുപോയി. എന്നാലും ഒരു ദിവസം സ്നേഹത്തിൽ ഞാൻ ചോദിച്ചു തരുമോ എന്ന് ചോദിച്ചു. എടുത്ത വയൽ ഇല്ല എന്ന് പറഞ്ഞ് ഒതുക്കിയാണ്. ലൂക്കാച്ചൻ, ട്രിവാൻഡ്രത്തെ ഫേമസ് ഫുഡ് വ്ളോഗർ, ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫുഡ് വ്ളോഗർ. പാട്ടൊക്കെ പാടി ആൾക്കാരെ വീഴ്ത്തി സിനിമയിൽ കയറിയ ഒരു വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്. ഒരു ഹായ് പറയൂ. വർഷത്തിൽ മാത്രം വരുന്ന എന്റെ വ്ളോഗാണ്, ഒരിക്കൽ മാത്രം, വല്ലപ്പോഴും മാത്രം. അതെ, ആനിവേഴ്സറി ആഘോഷമാണ് മാത്രമല്ല ബാർബിക്യൂ സ്പേസിന്റെ ഇനോഗ്രേഷന് മാത്രമേ ഞാൻ വ്ളോഗ് ഇടാറുള്ളൂ. എന്തുകൊണ്ട് കഴിഞ്ഞ വ്ളോഗ് ബാർബിക്യൂ സ്പേസിന്റെ മറ്റേ ഔട്ട്ലെറ്റിന്റെ പഴയ ഹമ്പിളും മാഹിനുമാണ് വിൽക്കാൻ വേണ്ടി നടക്കാം. എല്ലാവരും വിൽക്കുന്നുണ്ടോ? അതെ, വിറ്റ് പൈസ ഉണ്ടാക്കണം. എന്നാ ഏറ്റവും ബെസ്റ്റ് വിൽക്കുന്ന ഒരാളുണ്ട്. ഇതുമായിരിക്കുന്നു. ഒരുപാട് കാശ് ഉണ്ടാക്കി വെക്കാൻ. ഹായ്, ഒരുപാട് നാളായി പല വ്ളോഗുകളിലും കണ്ടിട്ട് എന്ന് പല പ്രേക്ഷകരും പറയാനുണ്ട്. എന്താണ് പറയാനുള്ളത്? അല്ല, കല്യാണം ആയതുകൊണ്ടല്ല. ബാർബിക്യൂ സ്പേസിന്റെ സ്പെഷ്യൽ ഫുഡ് വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജമൈക്കൻ ചാർക്കോൾ മന്തി. ഈ അൽഫാം ഒക്കെ ഉണ്ടല്ലോ, വേറെ ലെവലാണ്. നീ എക്സ്ട്രാ ഇറങ്ങി പോണം ഇവിടെ പ്ലീസ്. ഇറങ്ങി പോകൂ. ഇതുകൊണ്ടങ്ങ് പോട്ടാ. ഇത് എടുത്തോണ്ട് പോണ്ട, എടുക്കാൻ വേറെ ആളുണ്ട്. ഇറങ്ങി പോടാ. കൂടാ പുല്ലേ. സ്പെഷ്യൽ ചാർക്കോൾ ജമൈക്കൻ മന്തി. മാറിപ്പോയാൻ തോന്നുന്നു. ഒന്നാ ഫുഡ് ബ്ലോഗർമാർക്ക് ഇങ്ങനെ കണ്ടതാ കണ്ടുപോവാ. ഇനി ക്ഷമയില്ല, കഴിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. എല്ലാവരും ഇവിടെ തകർക്കുകയാണ്, ഇവന് മാത്രം. അതെ, എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സബവാൻ, ഹൗ വാസ് ഇറ്റ്? So good. അത് പറ, so good. So good, beautiful man. ഫുഡൊക്കെ കഴിച്ചു, അടിപൊളിയാണ്, സെറ്റാണ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഞാൻ മസ്റ്റ് ആയിട്ടും റെക്കമെൻഡ് ചെയ്യുകയാണ്. ആൻഡ് ഹംബിൾ മ്യൂസീഷ്യൻ എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ എല്ലാം പറയാൻ പോവാണ്. ഇതൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. അതെ,
പറയരുത്. എന്ത്? എനിക്കും പറയാനുണ്ട്. ഞാൻ പറഞ്ഞു. ഇല്ല, എന്തായാലും ഇത്രയൊക്കെ ആയി യൂട്യൂബിൽ. ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു തുടങ്ങി. ഇനി പറയാം. നീ ഈ ഫുഡിന്റെ കാര്യം പറയല്ലേ, വെള്ളത്തിന്റെ കാര്യം ആരെയാ പറയാം? അയ്യോ ശരിയാണ്, അത് സൂപ്പർ. അതാണ് ഞാൻ ആദ്യം പറയേണ്ടത്. കാര്യം ഞാൻ ഷുഗർ കട്ടായ ഒരു മനുഷ്യനാണ്. ഇന്ന് ഇവിടെ വന്ന് ഞാൻ നറുനീണ്ടി സർബത്ത് കുടിച്ചു. അത് ഞാൻ ചെയ്ത വലിയൊരു തെറ്റാണ്. പക്ഷെ ഇന്നൊരു ദിവസത്തേക്ക് ഞാനത് പോട്ടെ എന്നൊക്കെയാണ്. പിന്നെ 4 പീസ് വിങ്സ്, 2 പീസ് ജമൈക്കൻ ലെഗ്, സൂപ്പർ സാധനം. പിന്നെ മന്തിച്ചോറ് കഴിച്ചു, ബീഫ് റോസ്റ്റ്, പൊറോട്ട, ഇത്രയും കഴിച്ച് ഇതൊന്നും പറയാനില്ലല്ലോ. ഇല്ലേ? അടിപൊളിയായില്ലേ? അടിപൊളിയായി, സൂപ്പർ സാധനം. അപ്പോൾ എന്തായാലും ഇനി ഞാൻ നേരെ ലുലു മോളിലോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് ബാക്കി ചെയ്യണം. ലുലു മോളിൽ 2 മണിക്ക് വന്നതാണ് ഉച്ചയ്ക്ക്. അതിനുശേഷം ഷോർട്ട് ഗേളിനെ കണ്ടുമുട്ടി. ലൂക്കാച്ചൻ വന്നു. ഞങ്ങളിവിടെ കംപ്ലീറ്റ് നടന്നു, മേക്കപ്പ് ചെയ്തു. കണ്ട മേക്കപ്പ് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 പേരും ചെയ്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് എന്താ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവർ ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. എന്തൊക്കെ ഇഷ്യൂസൊക്കെ ആയി. അതിനുശേഷം ബ്ലോഗർമാർ ഇതിനകത്ത് കയറ്റുമില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. എങ്ങനെയൊക്കെയോ ഞാൻ എടുക്കുന്നു. അതെ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് ഞാൻ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സൈഡിൽ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതിനിങ്ങനെ ഇടിച്ച് പൊട്ടിക്കണം.